നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് CSS അനിമേഷൻസ് ആണ്. CSS അനിമേഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അനിമേഷൻസ് നമുക്ക് CSSൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ജാവാസ്ക്രിപ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ നമ്മൾ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒന്നിൽ കൂടുതൽ എലമെൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് അനിമേഷനിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. സോ നമുക്ക് ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് @key frame എന്ന് ഇതുപോലെ ഒരു കീവേഡ് കൊടുക്കുക. കീ ഫ്രെയിംസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ശേഷം നമ്മൾ ഒരു സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ അനിമേഷൻ്റെ പേര് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ ആ ഒരു പേരാണ് നമ്മൾ നമ്മുടെ എലമെൻറ്റിന് അസൈൻ ചെയ്യുന്നത്. ഉദാഹരണമായി ഞാനിവിടെ മൂവ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. അനിമേഷൻ്റെ പേര് മൂവ് എന്നാണ്. ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഒരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ മാർജിൻ, പൊസിഷൻ തുടങ്ങിയവയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ div1 എന്ന് പറയുന്നത് ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ അതിന് ബ്ലൂ കളർ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൂ കളർ ബോക്സിനെ നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഒരു 300 പിക്സൽ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു അനിമേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഇവിടെ ഓൾറെഡി മൂവ് എന്ന് പറയുന്ന ഒരു അനിമേഷൻ കീ ഫ്രെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 0% എന്ന് കൊടുക്കുക. ശേഷം അതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതുപോലെ 100% എന്ന് കൊടുക്കുക. ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഈ 0%, 100% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 0% എന്ന് പറയുന്നത് നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. സോ ഉദാഹരണമായി ഞാൻ ഈ ബോക്സ് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണ് 300 പിക്സൽ. സോ നമ്മൾ 0%ൽ നമ്മുടെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കണം എന്നാണ് നമ്മൾ 0%ൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. 100%ൽ നമുക്ക് 100% ആകുമ്പോൾ നമ്മുടെ അനിമേഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം. സോ ആ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്ന എഫക്റ്റാണ് നമുക്ക് അനിമേഷനായി ലഭിക്കുന്നത്. സോ അത് നമ്മൾ 100% ഉള്ളിൽ കൊടുക്കുന്നു. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ബോക്സിനെ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണ്. സോ നമുക്കിവിടെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സോ ഞാൻ ആദ്യമായി 0% നമ്മൾ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് 0 പിക്സൽ, അതായത് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ ഇവിടെ വേണമെന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ അനിമേഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് 300 പിക്സൽ എന്ന് കൊടുക്കുന്നു. സോ 300 പിക്സൽ റൈറ്റിലോട്ട് ഇത് മൂവ് ചെയ്യുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ മൂവ് എന്ന് പറയുന്ന ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ഈ div1 എലമെൻറ്റ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ div1 എലമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ അനിമേഷൻ നെയിം എന്ന് കൊടുക്കുന്നു. അനിമേഷൻ നെയിം ഞാനിവിടെ മൂവ് എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്ക് അനിമേഷൻ നെയിം മാത്രം കൊടുത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്തതല്ല. നമുക്കൊരു കാര്യം കൂടി, ഒരു പ്രോപ്പർട്ടി കൂടി കൊടുക്കേണ്ടതുണ്ട്. സോ അനിമേഷൻ ഡ്യൂറേഷൻ, സോ എത്ര സമയത്തേക്കാണ് നമ്മുടെ അനിമേഷൻ പ്ലേ ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ അനിമേഷൻ ഡ്യൂറേഷൻ നമ്മളിവിടെ 3 സെക്കൻഡ് എന്ന് കൊടുക്കുന്നു. നമ്മളതിന് 3s എന്നാണ് കൊടുക്കുന്നത്. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഈ ഒരു എലമെൻറ്റ് 300 പിക്സൽ റൈറ്റിലോട്ട്. സോ സേവ് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ എലമെൻറ്റ് 300 പിക്സൽ റൈറ്റിലോട്ട് പോയി. സോ നമുക്കൊന്നും കൂടി റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഇതുപോലെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ അനിമേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ മൂവ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊരു 400 പിക്സൽ കൊടുക്കാം. സോ നമുക്ക് ഒന്നും കൂടി വ്യക്തമായി കാണാൻ സാധിക്കും. 400 പിക്സൽ സേവ് ചെയ്യുന്നു. സോ നമ്മുടെ എലമെൻറ്റ് റൈറ്റിലോട്ട് 400 പിക്സൽ, അതായത് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ലെഫ്റ്റിൽ നിന്നും 400 പിക്സൽ റൈറ്റിലോട്ട് പോകുന്നു. സോ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അനിമേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ അനിമേഷൻ പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് അനിമേഷനിൽ കൊടുക്കാൻ സാധിക്കും. സോ നമ്മളിവിടെ ലെഫ്റ്റ് എന്ന പ്രോപ്പർട്ടിയാണ് ആദ്യം കൊടുത്തത്. ഇനി നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി കൂടി കൊടുക്കാം. സോ ഞാനിവിടെ ബോർഡർ റേഡിയസ് 0 പിക്സലിൽ ഞാൻ 0%ൽ ഞാൻ 0 പിക്സൽ എന്ന് കൊടുക്കുന്നു. അതുപോലെ 100ൽ ഞാൻ ബോർഡർ റേഡിയസ് 50 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നിങ്ങൾക്കിവിടെ കാണാം, നമുക്കൊരു സർക്കിൾ ലഭിക്കുന്നതായിരിക്കും. എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സർക്കിൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഒരു സർക്കിൾ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ബോർഡർ റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോർഡർ റേഡിയസ് 0 പിക്സലാണ്. എൻഡ് ചെയ്യുന്ന സമയത്ത് ബോർഡർ റേഡിയസ് നമുക്ക് 50 പിക്സലാണ് വേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഈ സ്ക്വയർ ആയിട്ടുള്ള ഈ ഒരു ബോക്സ് സർക്കിൾ ഷേപ്പിലോട്ട് ഇതുപോലെ മാറുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ഒരു മൂവ് എന്ന് പറയുന്ന അനിമേഷൻ ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ഒരു എലമെൻറ്റ് കൂടി, div എലമെൻറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ div ഒരു 2 എലമെൻറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. സോ ആദ്യത്തേൻ്റെ ഐ ഡി ഞാൻ രണ്ടാമത്തേൻ്റെ ഐ ഡി ഞാൻ div2 എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തേതിൻ്റെത് div3.
സേവ് ചെയ്യുന്നു. നമുക്ക് അതുപോലെ div 2 നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. div 2 ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ റെഡ് കൊടുക്കുന്നു. അതുപോലെ div 3ക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ നമുക്ക് div 3 എന്നിവിടെ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് 3 ബോക്സസ് ഇതുപോലെ ലഭിക്കുന്നു. സോ നമുക്കിനി div 2 അതുപോലെ div 3ക്കും നമുക്ക് സെയിം അനിമേഷൻ അപ്ലൈ ചെയ്യാം. സോ ഞാനിവിടെ അനിമേഷൻ നെയിം ഞാൻ മൂവ് എന്ന് കൊടുക്കുന്നു. അതുപോലെ അനിമേഷൻ ഡ്യൂറേഷൻ ഞാൻ 3s എന്ന് കൊടുക്കുന്നു, 3 സെക്കൻഡ്. അതുപോലെ ഗ്രീനും ഞാൻ അനിമേഷൻ നെയിം മൂവ്, അതുപോലെ അനിമേഷൻ ഡ്യൂറേഷൻ ഞാനിവിടെ 3s എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അനിമേഷൻ നമ്മുടെ 3 എലമെൻറ്റിനും നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. അതുകൂടെ നോക്കിയാൽ കാണാം, ആ 3 എലമെൻറ്റിനും ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. സോ ഞാനിവിടെ ഇനി അനിമേഷൻ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ടാമത്തേതിൻ്റെ 2 സെക്കൻഡ് കൊടുക്കുന്നു, മൂന്നാമത്തേതിൻ്റെ 1 സെക്കൻഡ് കൊടുക്കുന്നു. സോ അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമുക്കിതുപോലെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാം, ആദ്യത്തെ എലമെൻറ്റ് 3 സെക്കൻഡ് എടുക്കുന്നു, അവസാനത്തെ എലമെൻറ്റ് വെറും 1 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ അനിമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസും ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അവസാനത്തിൻ്റേത് 10 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്ലോവിലായിരിക്കും, അത് നിങ്ങൾക്കിവിടെ കാണാം, വളരെ സ്ലോയിലായിരിക്കും അനിമേഷൻ സംഭവിക്കുന്നത്. അതായത് 10 സെക്കൻഡ് എടുത്താണ് അതിൻ്റെ അനിമേഷൻ സംഭവിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്കൊരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലൊന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിന് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഞാൻ തൽക്കാലം ഈ 2 div 2 എലമെൻറ്റ് ഞാനിവിടെ കമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അനിമേഷൻ ഡിലേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ അനിമേഷൻ ഡിലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മളിവിടെ അനിമേഷൻ ഡിലേ, സോ ഞാനിവിടെ ഒരു 1 സെക്കൻഡ് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡിന് ശേഷമായിരിക്കും നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അനിമേഷൻ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്ര സമയം എടുക്കണമെന്നാണ് അനിമേഷൻ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ 3 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡിന് ശേഷം മാത്രമേ അത് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതാണ് അനിമേഷൻ ഡിലേ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് അനിമേഷൻ ഇറ്ററേഷൻ കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് അനിമേഷൻ എത്ര തവണ റൺ ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ അനിമേഷൻ ഇറ്ററേഷൻ കൗണ്ട് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 5 തവണ നമ്മുടെ അനിമേഷൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ ഞാനിവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 1 സെക്കൻഡ് കൊടുക്കാം, വളരെ സ്പീഡിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ 2 തവണ നമ്മുടെ അനിമേഷൻ ഇതുപോലെ റൺ ആവുന്നതായിരിക്കും. സോ നമ്മൾ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 തവണ ഇതുപോലെ നമ്മുടെ അനിമേഷൻ റൺ ആവുന്നതായിരിക്കും. സോ ഇതാണ് അനിമേഷൻ ഇറ്ററേഷൻ കൗണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അനിമേഷൻ ഡയറക്ഷനാണ്. സോ നമ്മൾ അനിമേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, സോ നോർമലായിട്ട് ഡിഫാൾട്ടായിട്ട് നോർമൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. സോ നമ്മൾ നോർമൽ എന്ന് കൊടുക്കുന്നു. സോ സാധാരണ നമ്മൾ കൊടുത്ത പോലെ അനിമേഷൻ നമ്മൾ 1 സെക്കൻഡ് നമ്മളിവിടെ സാധാരണ കൊടുത്ത പോലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട്, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇത് മൂവ് ആവുന്നു. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുത്ത പോലെ ഇത് ഡിഫാൾട്ട് വാല്യൂ ആണ് നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ലെഫ്റ്റിലോട്ട് ഇതുപോലെ റൈറ്റിലോട്ട് ഇതുപോലെ മൂവ് ചെയ്യുന്നു. സോ നമ്മൾ 2 സെക്കൻഡ് കൊടുക്കാം. ഇതാണ് നോർമൽ അനിമേഷൻ ഡയറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് റിവേഴ്സ് ആണ്. റിവേഴ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അനിമേഷൻ പ്ലേ ചെയ്തത് റിവേഴ്സിലായിരിക്കും. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് നമ്മുടെ അനിമേഷൻ പ്ലേ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ കൊടുത്തിരുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരുന്നു. പക്ഷേ അത് പ്ലേ ചെയ്യുന്നത് നമ്മളിവിടെ റിവേഴ്സ് എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ, അനിമേഷൻ ഡയറക്ഷൻ വാല്യൂ റിവേഴ്സ് എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ അത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് പ്ലേ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അനിമേഷനുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ് അനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ. അനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി. സോ ഇതിൽ നമ്മൾ ആദ്യമായി വരുന്നത് ഈസ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ഈസ് എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും. അതായത് സ്ലോ സ്റ്റാർട്ട് ചെയ്ത് സ്ലോ എൻഡ് ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ അനിമേഷൻ സ്ലോ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ സ്ലോ എൻഡ് ചെയ്യുന്നു.
ഇതാണ് ഈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡിഫാൾട്ട് വാല്യൂ. പിന്നെ വരുന്നത് ലീനിയർ ആണ്. ലീനിയർ സെയിം സ്പീഡിലായിരിക്കും നമ്മുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ സെയിം സ്പീഡിലായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഒരേ സ്പീഡിലായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈസ് ഇൻ എന്ന് പറയുന്നതാണ്. സോ ഇത് സ്റ്റാർട്ടിങ് വളരെ സ്ലോ ആയിട്ടായിരിക്കും, പിന്നെ വളരെ സ്പീഡിൽ ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം സ്റ്റാർട്ടിങ് സ്ലോയിലും എൻഡിങ് സ്പീഡിലുമായിരിക്കും. അതുപോലെ നമുക്ക് ഈസ് ഔട്ട് ഉണ്ട്, സ്റ്റാർട്ടിങ് സ്പീഡിലും എൻഡിങ് സ്ലോയിലുമായിരിക്കും. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതുപോലെ നമുക്ക് അനിമേഷൻ ടൈമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ സാധിക്കും. സോ അതുപോലെ നമുക്ക് ഇത് അനിമേഷൻ ഷോർട്ട് ഹാൻഡ് ആയി എഴുതണമെങ്കിൽ, ഉദാഹരണമായി നമ്മളിവിടെ അനിമേഷൻ നെയിം, മൂവ്, അതുപോലെ അനിമേഷൻ ഡ്യൂറേഷൻ 2 സെക്കൻഡ് എന്ന് സെപ്പറേറ്റ് ലൈനിൽ എഴുതുന്നതിന് പകരമായി നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയി എഴുതണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ അനിമേഷൻ, അതിനുശേഷം ആദ്യമായി നമ്മുടെ അനിമേഷൻ നെയിം കൊടുക്കുക, മൂവ്, സ്പേസ് കൊടുത്ത ശേഷം അനിമേഷൻ ഡ്യൂറേഷൻ കൊടുക്കുക. ഞാനിവിടെ 5 സെക്കൻഡ് കൊടുക്കുന്നു, 5s കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് സെയിം റിസൾട്ട് തന്നെ ലഭിക്കുന്നു. ഇതുപോലെ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയി എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റായി അനിമേഷൻ നെയിം, അതുപോലെ അനിമേഷൻ ഡ്യൂറേഷൻ തുടങ്ങിയ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഷോർട്ട് ഹാൻഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ അനിമേഷൻ എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ ആദ്യമായി അനിമേഷൻ നെയിം, അതുപോലെ അതിനുശേഷം അനിമേഷൻ ഡ്യൂറേഷൻ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഈ അനിമേഷനിൽ കൊടുത്തത് 0%, അതുപോലെ 100%, സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ എൻഡിങ് പോയിന്റും മാത്രമാണ് നമ്മൾ കൊടുത്തത്. സോ നമുക്ക് ഇതിനിടയിലുള്ള 2ൽ കൂടുതൽ പോയിന്റുകൾ നമുക്ക് നൽകാൻ സാധിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിനിടയിലുള്ള പോയിന്റ്സുകളെല്ലാം നമുക്ക് ഇതുപോലെ ഓരോരോ പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ 4 സെക്കൻഡ് ഡ്യൂറേഷൻ കൊടുക്കുന്നു. തൽക്കാലം ഞാൻ ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ആദ്യത്തെ 1 സെക്കൻഡിൽ ഈ ബോക്സ് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരണം, പിന്നത്തെ 1 സെക്കൻഡിൽ താഴോട്ട് വരണം, പിന്നെ 1 സെക്കൻഡിൽ ഇങ്ങോട്ട് ഈ ലെഫ്റ്റിലോട്ട് വരണം, പിന്നെ നമ്മുടെ ഒറിജിനൽ പൊസിഷനിലോട്ട് തന്നെ വരണം. ഒരു സ്ക്വയർ രൂപത്തിൽ ഇതുപോലെ സഞ്ചരിക്കണമെന്ന് നോക്കുക. സോ നമുക്കതെങ്ങനെ അനിമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, സോ നമുക്കുള്ളത് ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്, രണ്ടാമത്തത് ഇവിടെ ലെഫ്റ്റിൽ ഈ ഭാഗം, മൂന്നാമത്തത് താഴെ ഈ ഭാഗം, നാലാമത്തത് ഈ ഭാഗം, അഞ്ചാമത്തത് നമ്മുടെ ഒറിജിനൽ പൊസിഷൻ. സോ നമുക്ക് 5 പോയിൻ്റാണ് വേണ്ടത്. സോ നമുക്ക് 0%, അതുപോലെ 25%, അതുപോലെ നമുക്ക് 50%, അതുപോലെ 75%, അതുപോലെ അവസാനമായി നമ്മുടെ ഒറിജിനൽ പൊസിഷൻ 100%. സോ നമുക്ക് ലെഫ്റ്റും ടോപ്പും എന്ന് പറയുന്ന ഈ 2 പ്രോപ്പർട്ടി മാത്രം മതി നമുക്കിതുപോലെ മൂവ് ചെയ്യണമെങ്കിൽ. സോ നമുക്ക് ആദ്യമായി ലെഫ്റ്റ് 0%, ലെഫ്റ്റ് 0 പിക്സൽ, അതുപോലെ ടോപ്പ് നമുക്ക് 0 പിക്സൽ, നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, 0%. പിന്നെ 25% നമുക്ക് ഇവിടെയാണ് നമുക്കിത് വേണ്ടത്. സോ നമുക്ക് ലെഫ്റ്റ് 300 പിക്സൽ, അതുപോലെ ടോപ്പ് 0 പിക്സൽ തന്നെ. സോ നമ്മളത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. സോ ലെഫ്റ്റ് നമ്മൾ 300 പിക്സൽ കൊടുക്കുന്നു. സോ നമുക്ക് 300 പിക്സൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ബോക്സ് ഇതുപോലെ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു. സോ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം പ്രോപ്പർട്ടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ടോപ്പ് നമ്മൾ 0 തന്നെ വെക്കുന്നു. പിന്നെ 50% ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് വേണ്ടത് താഴെ ഈ ഭാഗത്താണ്. സോ നമുക്ക് ലെഫ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെയിം 300 പിക്സൽ തന്നെ ആയിരിക്കും. സോ നമുക്ക് ടോപ്പ് നമുക്ക് 300 പിക്സൽ കൊടുക്കാം. സോ നമുക്ക് താഴോട്ട് ഇതിങ്ങനെ സഞ്ചരിക്കും. സോ 75% നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്താണ് വേണ്ടത്. സോ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് 0 പിക്സൽ കൊടുക്കാം, അതുപോലെ ടോപ്പ് നമുക്ക് 300 പിക്സലിൽ തന്നെ നിർത്തേണ്ടതുണ്ട്. സോ നമുക്ക് ഈ ഒരു ലൈനിലാണ് അത് വരേണ്ടത്. സോ ഇവിടെ നിന്നും ഇങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു. പിന്നെ അത് അവസാനമായി 100% നമുക്ക് ഈ 0%-ലെ പ്രോപ്പർട്ടീസ് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. സോ 100% നമുക്ക് ഈ ഒറിജിനൽ പൊസിഷനിൽ തന്നെ നമ്മുടെ എലമെൻറ്റ് വരണം. സോ നമുക്ക് ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഈ ഒരു രീതിയിൽ നമ്മുടെ എലമെൻറ്റ് സഞ്ചരിക്കുന്നതായിരിക്കും. ഒരു സ്ക്വയർ ടൈപ്പിൽ ഇതുപോലെ സഞ്ചരിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു 400 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയർ ഒന്നും കൂടി വലിയതാക്കാൻ സാധിക്കും. 400 പിക്സൽ, 400, 400, 400. സേവ് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു രീതിയിൽ നമ്മുടെ എലമെൻറ്റ് സഞ്ചരിക്കുന്നതായിരിക്കും. നമ്മളിതിവിടെ ചെയ്തത് നമ്മൾ 4 സെക്കൻഡ് കൊടുത്തു. 4 സെക്കൻഡിനെ നമ്മൾ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. സോ ഓരോ സെക്കൻഡ് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. പക്ഷേ നമ്മൾ അവസാനമായി ഒരു പോയിന്റ് കൂടി കൊടുത്തത് നമ്മുടെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ വരേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ 100% കൊടുത്തത്.
സോ അങ്ങനെ നമ്മൾ 4 ഭാഗങ്ങളായി അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കീ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു അനിമേഷൻ ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് 2 പോയിന്റ് രണ്ടിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഇതുപോലെ കീ ഫ്രെയിമിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്.